അഫാന്റെ പിതാവ് ഇന്ന് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് വൈഫിനെ കാണുകയും ചെയ്തു. കണ്ടപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴും ചോദിച്ചത് ഇളയ മകനെ കുറിച്ചാണ്. അപ്പൊ ഇളയ മകനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇന്ന പോലെ ഫ്രണ്ട് ബന്ധു വീട്ടിലാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള ഒരു ചെറിയൊരു ന്യൂസ് ഞാൻ വെച്ച് തരാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് അതിലോട്ടും പോവാം. ആദ്യം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പുള്ളി റഹീമിൻ്റെ കൂടെ കയറി കാണാൻ കഴിഞ്ഞു. കണ്ടപ്പോഴത്തേക്ക് റഹീമിനെ തിരിച്ചറിയുകയും കയ്യിൽ പിടിക്കുകയും ചെയ്തു. കയ്യിൽ പിടിച്ചു. മകൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. മകനടുത്ത ഇദ്ദേഹത്തിൻ്റെ അളിയൻ്റെ വീട്ടിലാണ് ഉള്ളത് എന്ന് പറഞ്ഞു. റിക്കവർ ചെയ്ത് വരാനാണ് പ്രതീക്ഷ. ഇല്ലില്ല, അങ്ങനെ ഒരു വിഷയം അതിനെക്കുറിച്ച് സൂചന പോലും കൊടുത്തിട്ടില്ല. അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻ്റ് അനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അവർ കട്ടിലിൽ നിന്ന് വീണു എന്നാണ് ആദ്യം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെയാണ് പോകുന്നത്. അതിന് അവർ റിക്കവർ ചെയ്ത് വരും, കുഴപ്പമില്ല. ഒരു റിക്കവറായി വരും. സംസാരിക്കുന്ന വ്യക്തമായി തിരിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. അത് റഹീമിന് മനസ്സിലാവുന്നുണ്ട്. റഹീം അതിന് മറുപടിയും കൊടുക്കുന്നുണ്ട്. അഫാനെ പറ്റി ചോദിച്ചു. അത് ഏറ്റവും കൂടുതൽ ഇളയ കുട്ടിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇല്ല അങ്ങനെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ അവരുടെ സഹോദരൻ്റെ വീട്ടിലാണ് ഉള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത്. അത് തന്നെ സഹോദരന്റെ വീട്ടിലുള്ളതായിട്ട് അറിയിച്ചിരിക്കുന്നത്. ആ അമ്മയുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഏകദേശം എല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ 90% ഹോപ്പ് ഇല്ലെന്നായിരുന്നു. പക്ഷെ ഇപ്പം എന്തായാലും റിക്കവർ ആയി വരുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം കാര്യങ്ങളുണ്ട്. എല്ലാം ഓക്കെ ആയി വരുമ്പോൾ ആ ഇളയ മകൻ ഇല്ല എന്ന് അറിയുമ്പോൾ ആ അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വിഷമം വരുന്നത്. ഈ ന്യൂസിൽ വരുന്ന ഒരുപാട് കള്ളങ്ങളുണ്ട്. പല ന്യൂസിലും പലതാ വരുന്നത്. ഓക്കെ, നമുക്ക് തോന്നിച്ചറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. എൻ്റെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ. എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അവിടെ വെച്ച് ഈ അമ്മുമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മാല എടുത്ത് വെഞ്ഞാറുമൂട് ജംഗ്ഷനിലെത്തിയ അഫാൻ ഇവിടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങുന്നുണ്ട്. ഇത് അക്കൗണ്ടിലേക്കാണ് ഈ പണം ഇടുന്നത്. ഇതിനുശേഷം ഈ അക്കൗണ്ട് വഴി, ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടാണ്, ഈ അക്കൗണ്ട് വഴി ഏതാണ്ട് 40,000 രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചതെന്നും ആ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കടബാധ തന്നെയാണ് ഏറ്റവും വലിയ വിഷയമായി ഇപ്പോൾ ഈ പോലീസ് ഇപ്പോൾ. നിങ്ങൾ ഈ ന്യൂസ് കണ്ടില്ലേ? ശ്രദ്ധിച്ചോ? ഇന്ന് അവനൊരു മൊഴി പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കൂട്ട ആത്മഹത്യ ചെയ്യാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്ന രീതിയിലാണ് ഇവൻ സംസാരിച്ചത്. കാമികോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവക്കത് പറ്റത്തില്ലെന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഇവൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടെ. വീട്ടിൽ ഒരുപാട് കടങ്ങളും കാര്യങ്ങളുള്ളവൻ തന്നെ വീട്ടുകാരെല്ലാം തല്ലിക്കൊല്ലാനൊക്കെ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്വയം ആത്മഹത്യ ചെയ്യാനും തീരുമാനിക്കുന്നു. ഓക്കെ, ആ അവൻ എന്തിനാണ് ഈ പറയുന്ന അമ്മുമ്മയുടെ സ്വർണം മേടിച്ചിട്ട്, അതായത് 70,000 രൂപയോളം ഉണ്ട്, അത് വിറ്റപ്പോഴത്തേക്ക് ആ 70,000 രൂപയിൽ നിന്ന് അവൻ 40,000 രൂപ ഓൺലൈൻ വഴി ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാരാണ്? ഇത്ര ആത്മാർത്ഥത ഉള്ളവനാരാണ്? ഈ അച്ഛനും അമ്മയെക്കാളും ഏറ്റവും വലുതായിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? അതൊരു ചോദ്യം ചിഹ്നം തന്നെയല്ലേ? 40,000 രൂപ. അപ്പൊ അവനെ ആദ്യം തപ്പിപ്പിടിക്കണം. എന്തിനവൻ അയച്ചു കൊടുത്തു? അത് അറിയേണ്ട ഒരു കാര്യം തന്നെ. ഞാനൊരു കാര്യം തുറക്കാം. നമുക്ക് ഇവിടുത്തെ കുറേ പിള്ളേരെയും കാര്യങ്ങളൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. ഇതുപോലെ അഡിക്റ്റ് ആയിട്ടുള്ള കുറേ വ്യക്തികളുണ്ട്. വീട്ടിലെ ചെമ്പും കലമൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയിട്ട് അതുപോലെ തന്നെ അത് വിറ്റിട്ട് അതുപോലെ ഇതിന്റെ പോലെ സാധനങ്ങളൊക്കെ എടുക്കുന്ന കുറേ ടീമുകളുണ്ട്. എനിക്ക് പറയുന്ന മനസ്സിലായി ഇപ്പോഴത്തെ പിള്ളേരുടെ. കാരണം നമുക്ക് ജനറേഷനിലെ പിള്ളേരെ കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ച് ഞാൻ പറയാൻ, അവർക്ക് ഈ സെന്റിമെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. വീട്ടിലാണെങ്കിലും ഒന്നുമില്ല. പരമാവധി സാധനങ്ങൾ കിട്ടുക, വിൽക്കുക, അതിൽ നിന്ന് കിട്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ട് സാധനം എടുക്കുക. ഇതാണ് അവന്മാരുടെ ഇത്. പിന്നെ അതുപോലെ തന്നെ വലിയ അണ്ണന്മാരൊക്കെ ഉണ്ട്. ദൈവത്തിനെ പോലെ കരുതുന്ന കുറെ ടീംസുകളൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് ഇവരെല്ലാം കറക്റ്റ് പക്കയായിട്ട് ഈ പൈസയും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. അതിവിടെ ചെയ്യുന്നവന്മാർക്ക് അത് കറക്റ്റ് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഡീസൻ്റ്. കാരണം അണ്ണന്മാരെ പിണക്കരുത്. അങ്ങനെ കുറെ അവന്മാരുണ്ട്. ഈ അഫാന്റെ കേസ് ഇട്ടില്ല, അതുപോലെ എന്തോ ഒരു കേസ് ഇട്ടുണ്ടോ എനിക്ക് പേഴ്സണലി എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ആർക്കാണ് അവനെ പൈസ അയച്ചു കൊടുത്തത്? കേരള പോലീസ് അത്ര മണ്ടന്മാരാണോ? അയച്ചു കൊടുത്ത വ്യക്തികളെ കണ്ടുപിടിക്കണം. സത്യം പറഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത്. നമുക്കൊരു വേറൊരു ന്യൂസും കൂടെ വെക്കാം. എന്തുകൊണ്ടാണ് ആ കടബാധ്യത എന്ന് ചോദിച്ചാൽ ഉമ്മയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകൾക്കും മറ്റുമായി ഉമ്മ നിരന്തരമായി കടം വാങ്ങുമായിരുന്നു എന്നാണ് അഫാൻ പറയുന്നത്. അത് വലിയ കടമായിട്ട് മാറി. ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ കടമാണ് ഇപ്പോൾ ആ കുടുംബത്തിനുള്ളത്. അഫാന്റെ ഉമ്മയാണ് പ്രധാനമായും ഈ പണമെല്ലാം വാങ്ങിയത് പലരിൽ നിന്നായി. 12 പേരോളം ആൾക്കാരിൽ നിന്നാണ് ഈ പലപ്പോഴായി ഈ കടം വാങ്ങിയത്. ഇവരുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ പണം കടം വാങ്ങിയാൽ വേറൊരിടത്തുനിന്ന് കടം വാങ്ങി മറ്റൊരിടത്ത് കൊടുത്ത് അങ്ങനെ റോളിംഗ് ആയിട്ടാണ് ഇവർ നിരന്തരം നിന്നിരുന്നത്. പക്ഷേ അതൊരു ഘട്ടത്തിൽ നിലച്ചു. ആ റോളിംഗ് എന്ന് പറയുന്ന കാര്യം നിലച്ചു, മൊത്തം സ്റ്റക്കായി. അവന് വേണ്ടി 12 പേരുടെ അടുത്തു നിന്നാണ് ഈ കടം മേടിച്ചിരിക്കുന്നത്. 65 ലക്ഷം രൂപയോളം മേടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 40,000 രൂപ ഒരാൾക്ക് വേണ്ടി മാത്രം ഇവൻ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണമല്ലോ. എനിക്ക് തോന്നുന്നു ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നതായിരിക്കും ഈ പറയുന്ന അവൻ്റെ ഈ ലീഗൽ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അത് ചിലപ്പോൾ കൊണ്ടു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിയോട് മാത്രമായിരിക്കും അവന് കൂറും കാര്യങ്ങളൊക്കെ. അതാരാന്ന് വെച്ചാൽ കണ്ടുപിടിക്കണം. അതാണ് സത്യത്തിൽ എനിക്കും നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. ഈ കാണുന്ന പോലീസുകാരോടാണെങ്കിൽ പോലും. പിന്നെ വീട്ടു ചെലവിന് വേണ്ടി മാത്രം ഈ അമ്മ 10-65 ലക്ഷം രൂപ കടം മേടിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ഒരു കാര്യമല്ല. പിന്നെ അവർ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു കേസ് കേട്ട് വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ അവൻ ആ കൊടുത്ത വ്യക്തി ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം മാത്രമാണ്. ആ 40,000 രൂപ കൊടുത്ത വ്യക്തി ആരാണ്? എന്തായാലും കേരള പോലീസുകാർക്ക് സിമ്പിളായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും ഏത് വ്യക്തിക്കാണ് അവൻ ട്രാൻസ്ഫർ ചെയ്തെന്നുള്ള രീതിയിൽ. പിന്നെ ഒരു കാർ അവനുണ്ടായിരുന്നു. എൻ്റെ അന്വേഷണത്തിലാണ് കാർ ഒരു കക്ഷിക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച്. അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ RC ബുക്ക് മാറ്റി കൊടുക്കുമായിരിക്കാം, അല്ലാതെ പിന്നെ ഒരാൾ പൈസ കൊടുക്കില്ലല്ലോ. അപ്പോൾ RC ബുക്ക് മാറ്റി കൊടുത്തിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ അതിന് ചിലപ്പം 1 ലക്ഷം രൂപയ്ക്ക് 5,000 രൂപ പലിശ കൊടുക്കുന്ന രീതി ആയിരിക്കാം. അങ്ങനെ 2.5 ലക്ഷം രൂപയ്ക്ക് പണയം കൊടുത്തെന്നാണ് അടുത്തൊരു അറിവ് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ആ ബുള്ളറ്റും പണയം വെച്ചിരുന്നു. ഈ കാറ് ഇത് തന്തയ്ക്ക് സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ വിറ്റ് ഇത്തിരി പൈസ വേണമെന്ന് പറഞ്ഞ പ്രകാരം ഇവൻ 4 ലക്ഷത്തിന് മേൽ രൂപയ്ക്ക് വിറ്റെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അതിൽ 1 ലക്ഷം രൂപയെ ഈ വാദം അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതെനിക്ക് ഈ 2 ലക്ഷം രൂപയ്ക്ക് തന്നെ വിറ്റപ്പോൾ ഈ പൈസ എങ്ങോട്ട് പോയി, ഇവൻ എന്ത് ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത്. 2 ലക്ഷം രൂപയ്ക്കാണല്ലോ ഇവൻ കാർ പണയം വെച്ചത്. ഇത്ര ലക്ഷം രൂപ അവനെ കിട്ടുകയും ചെയ്ത് കുറച്ച് പൈസ, അതായത് 1 ലക്ഷം രൂപയോളം തോന്നുന്നു അവന്റെ അച്ഛൻ അയച്ചു കൊടുത്തത്, ബാക്കി പൈസ എല്ലാം അവിടെ പോയി. ചോദിച്ചതിന് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ ആ മനുഷ്യരെ കൊന്നേക്കുന്നത് ഒരു ഒന്ന് തിരിച്ച് റിയാക്ട് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ കൈ ഒന്ന് പൊക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവൻ അത് ചെയ്ത് കൂട്ടിയത്. ഇനി ഇവന് വല്ല കൊട്ടേഷൻ പരിപാടികളോ വല്ലതും ഉണ്ടോ അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇവൻ രാത്രി മാത്രമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കൊട്ടേഷൻ പരിപാടിക്കോ വല്ലതും പോകുന്നുണ്ടോ ഒക്കെ അന്വേഷിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ ഒരു പ്രാക്ടീസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇവന്റെ കാര്യത്തിൽ സംശയിക്കേണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൈസ എവിടെ പോകുന്നു, എങ്ങനെ പോകുന്നു, ഒരു പിടുത്തമല്ല. ഇവൻ ആരൊക്കെയായിട്ടാണ് കൂട്ട്, ഏതൊക്കെ ഡീലർമാരായിട്ടുള്ളതാണെന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മുടെ അടുത്തൊരു പയ്യനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ഞാൻ റോഡിൽ വെച്ചവനെ കണ്ട എന്താണ് അതിന്റെ വിഷയം കാര്യങ്ങളെന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഇന്ന പോലെയാണ് വിഷയം കാര്യങ്ങളൊക്കെ. അവൻ ഇച്ചിരി തല്ലിപ്പൊളിയായിട്ട് നടക്കുന്നൊരു പയ്യനാണ്. ഓക്കെ, അത്യാവശ്യം വലിയ വീടും വലിയ സാമ്പത്തികം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് എന്നെ ഇന്ന സ്ഥലം വരെ കൊണ്ടുവിടാമെന്ന് ചോദിച്ചു. ഞാൻ കൊണ്ടുവിട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയാൻ കാര്യങ്ങൾ പറഞ്ഞു, ചേട്ടാ വീട്ടിലെ അമ്മ ഭയങ്കര സീനാണ്, അച്ഛൻ ഭയങ്കര സീനാണ്, ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിക്കുകയും ചെയ്തു. അപ്പോൾ ഇവനൊരാൾ വിളിക്കുകയും ചെയ്തു. വിളിച്ച ആൾ പറഞ്ഞു, എടാ വീട്ടുകാരല്ല തല്ലി ഒടിച്ച് ഒരു മൂല കിട്ടിയിട്ട് വാടാ എന്ന് പറഞ്ഞു കൊടുത്ത ഒരാളുണ്ട്. അത് ഈ പറയുന്ന കൊച്ചി എറണാകുളം ടീമായിട്ട് വരും. ഇത് കേട്ടപ്പോൾ ഷോക്കായി പോയി ഒരു വിഷയം ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം. അന്ന് ഞാൻ ഇവനോട് ഈ കാര്യങ്ങൾ ജസ്റ്റ് ചോദിച്ച്, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും പോയി ഇടപെടാതിരിക്കുക, അത്രേ ഉള്ളൂ. ഒരു പ്രശ്നം വന്നാൽ വീട്ടുകാരെ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കുറെ നാൾക്ക് ശേഷം ആ ചെറുക്കുന്നത്, എനിക്ക് കുറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിനുശേഷം അവൻ നല്ല ബോധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം നല്ലവനായിട്ട് ജീവിക്കുന്നുള്ളൂ. ഇതുപോട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. തല്ലിക്കൊല്ലി അല്ലെങ്കിൽ ഒരു മൂലക്കിട് എന്നുള്ള രീതിയിലൊക്കെ. അവിടെ സ്വന്തവും ബന്ധമൊന്നും നോക്കത്തില്ല. എല്ലാവർക്കും നമുക്ക് എന്ത് സാധനം കൊണ്ടുതരുന്നു, ഇതുപോലുള്ള ലഹരിയും കാര്യങ്ങളൊക്കെ കൊണ്ടുതരുന്നുണ്ടോ അവരോട് മാത്രം നന്ദി കാണിക്കുന്ന കുറെ ടീംസുകളുണ്ട്. അവിടെ ഫാമിലിക്ക് ഒരു സ്ഥാനവും കൊടുക്കത്തില്ല ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ. ആത്മഹത്യക്ക് ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഉമ്മയും ഈ 2 മക്കളും ചേർന്ന് മരിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പോഴാണ് അഫാൻ പറയുന്നത്, മൊഴിയിൽ പറയുന്നത്, അഫാൻ അപ്പോൾ ആശങ്കയുണ്ടായി ഈ കൂട്ടാത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന്. അങ്ങനെയാണ് അഫാൻ സ്വമേധയാ എല്ലാവരെയും ഞാൻ തന്നെ കൊല്ലാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു കാര്യത്തിലോട്ട് എനിക്ക് വലിയ വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഇവന്റെ ഈ സംസാര കാര്യത്തിലോട്ടും ഇവരെന്തോ കേസ് വഴിതിരിക്കാൻ വേണ്ടി സംസാരിക്കുകയാണ്. കേരള പോലീസ് അത്ര മണ്ടന്മാരൊന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലിപ്പും കൂടെ ഒന്ന് വെച്ചുതരാം. എന്ന് അവകാശപ്പെടുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഇവന്റെ ശരീരത്തിൽ വിഷാംശം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എലിവിഷം കഴിച്ച അവന്റെ ശരീരത്തിൽ നിന്ന് ഇതുവരെ ഒരു വിഷാംശം പോലും കണ്ടെത്തിയില്ല എന്നാണ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇവൻ വിഷം കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. ഇവൻ വന്ന് പറഞ്ഞുള്ള ഇത് മാത്രമേ ഉള്ളൂ. സ്വന്തം അമ്മയും ഈ പറയുന്നവരെല്ലാവരെയും കൊന്നിട്ട് ഇവൻ വന്നിട്ടാണ് പറഞ്ഞത് മദ്യത്തിനകത്ത് ഈ പറയുന്ന പോലെ സാധനം കഴിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവനെ വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. അപ്പോൾ ഉമ്മയെയും സഹോദരനെയും കൊല്ലാനാണ് അഫാൻ ആദ്യം പദ്ധതി ഇടുന്നത്. പക്ഷേ ഉമ്മേനെയും സഹോദരനെ കൊന്നെന്നാണല്ലോ പറയുന്നത്. ഓക്കെ, ഈ സഹോദരനെ കൊന്നെന്ന് പറയുന്നതിൽ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതിലോട്ടൊന്ന് പോവാം. ഞങ്ങൾ അന്വേഷിച്ച് വന്നതോളം ഇവൻ രാത്രിയെ സഞ്ചാരമുള്ളൂ. ഇപ്പം 10 മണിക്ക് ശേഷമാണ് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് ഓവർ സ്പീഡിൽ പോകുന്നു. അത് 10 മണിക്ക് ശേഷം എവിടെയാണ് ഈ പോകുന്നതെന്നല്ലോ അറിയോ? അങ്ങനെ ഒന്നും പറഞ്ഞൂടാ. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പം മണ്ണന്തല വെച്ചുള്ള ഒരു ഫോട്ടോ, നമുക്കൊരു ഇവനെ പെറ്റിയടിച്ചൊരു ഫോട്ടോ മണ്ണന്തല, അത് 10 മണിക്ക് ശേഷം, അത് 2024 ഡിസംബറിലെ ഫോട്ടോയാണ്. അതുപോലെ തന്നെ കിളിമാനൂർ, അത് ആ പെൺകുട്ടിയായിട്ട് വരുന്നതാണ്. ആ പെൺകുട്ടിയായിട്ട് വരുന്നത് 5 മണിക്ക് ശേഷമാണ്. ആ പെൺകുട്ടി ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്ക് 500 രൂപ പെറ്റി വന്നതായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പയ്യൻ്റെ അനുജനുമായിട്ട് പോകുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ പയ്യൻ ബാഗ് എല്ലാം തൂക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു മണ്ണന്തലെന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ രാത്രി സമയങ്ങളിൽ ഈ പയ്യനുമായിട്ട് പോകുന്നില്ല, രാത്രി. പെൺകുട്ടിയിൽ മാത്രമാണ് 5 മണിക്ക് ശേഷമുള്ള ഒരു യാത്ര. രാത്രി കാര്യങ്ങൾ ഇവൻ അവിടെ പോകുന്നു ഈ ബാഗും തൂക്കിക്കൊണ്ട്. ഒരു ദിവസം 5 മണിക്കാണ് കണ്ട പെറ്റിയടിച്ചെന്ന് പറയുന്നു. ആ സമയത്ത് ആ പെണ്ണ് ഉണ്ടായിരുന്നെന്ന് പറയുകയാണ് ചെയ്തത്. അത് വൈകിട്ട് സമയമാണ്. ബാക്കി എല്ലാ ദിവസങ്ങളും രാത്രി അനിയനുമായിട്ട് പോകുന്നതെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഈ ബാഗുമായിട്ട് രാത്രി പോകേണ്ട ആവശ്യം എന്താണ്? ഈ ബാഗിനകത്ത് എന്താണ് എന്നും ആർക്കും അറിയത്തില്ല. ഇപ്പം ഇവന്റെ പല കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഇവന്റെ ഈ സ്വന്തം അനിയൻ. ഈ ഒരു കേസ് കേട്ടിൽ ഒരുപാട് നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ചേട്ടൻ്റെ എന്തെങ്കിലുമൊക്കെ അനിയന് അറിയാമായിരിക്കാം.
നമ്മൾ പറയുന്ന പോലൊന്നും അല്ല. ഇവന് രാത്രി ഈ പറയുന്ന കൂട്ട് എന്തെങ്കിലും കൊട്ടേഷൻ പരിപാടി ഉണ്ടോ, അല്ലെങ്കിൽ പൈസ കിട്ടാൻ വേണ്ടി ഇപ്പോഴത്തെ, ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഇപ്പോഴത്തെ കുറേ പിള്ളേർ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും. കൊട്ടേഷൻ പരിപാടിയാണെങ്കിലും ശരി, പല തോന്നിവാസങ്ങളും കാട്ടിക്കൊടുക്കുന്നുണ്ട്. അവിടെ ഇത് പെട്ടുപോകുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ പോലും, സീരിയസ് ആയിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ പോലും അവരോടൊക്കെ ഓപ്പണായിട്ട് പറയും, ഞാൻ പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും, അത് ചെയ്യും. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ചില്ല് മൈൻഡായിട്ട് മാത്രം ഇരിക്കുന്ന കുറേ അവൾമാരുണ്ട്. ഒരു പണി കിട്ടുമ്പോൾ അവിടെ ഇരിക്കും. അങ്ങനെ കുറേ ആണ്. നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പരമാവധി പറഞ്ഞു കൊടുക്കും. പിന്നെ ഓരോ ഉടായ്പിലൊക്കെ ചെന്ന് ചാടുമ്പോഴേ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ. ഇതുപോലുള്ള കുറേ ആളുകളുണ്ട്, അവരെ വിശ്വസിച്ച് നിൽക്കുന്ന കുറേ പെണ്ണുങ്ങൾ. അവരും ദേവിയത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സൂക്ഷിച്ചും കണ്ടൊക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് കേട്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഈ സഹോദരനെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയ ശേഷമാണ് കാമുകി ഫർസാനയുമായി വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയ പാടെ ഇയാൾ ഈ കാമുകിയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ഫർസാനയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പോയിസൺ കഴിച്ചു. അത് എങ്ങനെയാണ് കഴിച്ചതെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു വ്യക്തതയില്ല. അത് മദ്യത്തിലാണോ കഴിച്ചത്, ഇയാൾ പറയുന്ന പോലെ പെപ്സിയിലാണോ അതോ ബിരിയാണിയിലാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അവൻ പോലീസിനോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അനിയൻ ഒറ്റപ്പെട്ടു പോയാലോ എന്ന് കരുതിയിട്ടാണ് അനിയനെ കൊന്നതെന്നാണ് അവൻ പറയുന്നത്. ഓക്കെ, ഈ ഫർസാന ഈ പറയുന്ന പെൺകുട്ടി അവന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ് അവർക്ക് എന്തോ കൊടുത്തതിന് ശേഷമാണ് അവളെ തലക്കടിച്ച് കൊല്ലുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഈ പറയുന്ന അനിയനെ അവൻ ഈ പറയുന്ന കുഴിമന്തി കടയിലോട്ട് മറിഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഈ സാധനം മേടിക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയിലാണ് ഇവൻ ഈ പറയുന്ന വിഷവും കാര്യങ്ങളൊക്കെ കഴിച്ചതെന്നാണ് ഈ പറയുന്ന പോലീസിനോടും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, അനിയൻ ഇന്ന പോലെ ഫുഡ് മേടിക്കാൻ പോയല്ലോ, എന്തായാലും അവൻ എല്ലാവരും കൊല്ലാൻ വേണ്ടി ഇരിക്കുകയാണ്. ആ കൊല്ലാൻ വേണ്ടി ഇരിക്കുന്നവൻ എന്തായാലും ഓക്കെ, അനിയൻ വരാൻ ലേറ്റായാൽ ഈ പറയുന്ന ഇവൻ ഈ വിഷം കഴിച്ചിട്ടുണ്ടല്ലോ, ഇവൻ മരിച്ചു പോകുന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. അപ്പം എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അപ്പം പോലീസിന് കൊടുത്തൊരു മൊഴി പച്ചക്കള്ളമാണെന്നാണ് എനിക്ക് പേഴ്സണലി എനിക്കിത് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അനിയനെ എന്തായാലും കൊല്ലണം, അവൻ വന്നിട്ടുമില്ല, ഇവനാണെങ്കിൽ വിഷം കഴിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവൻ ഇങ്ങനെ നിൽക്കുകയാണ്, അനിയൻ താമസിച്ചു പോയാലോ. അപ്പോൾ ഇവൻ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്നതേ പോലെയല്ല, ഇവൻ ട്രാക്ക് നല്ല രീതിയിൽ മാറ്റിക്കൊണ്ട് വരിക. അവൻ വാശി പിടിക്കും. 8 വർഷം മുമ്പ് തന്നെ അച്ഛനമ്മമാർ തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ആരോപിച്ച അഫാൻ വീട്ടിൽ വെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഈ സംഭവത്തിന് ശേഷം വീട്ടുകാർ അഫാൻ ചോദിക്കുന്നതെന്തും വാങ്ങി നൽകി. അപ്പം നേരത്തെ ഇവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്, അതായത് 8 വർഷം മുമ്പ്. കാരണം വീട്ടുകാരൊന്നും മേടിച്ചു കൊടുക്കുന്നില്ലെന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ്. അപ്പൊ തന്നെ എന്തോ പന്തികേട്. ഓക്കെ, അവനിപ്പോൾ കടബാധിക ഉണ്ടെങ്കിൽ അവൻ പോയല്ലേ ചെയ്യേണ്ടത്. ഇതിനാണ് ഈ പാവങ്ങളെ ചെയ്യാൻ പോയത്. ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ പോട്ടെ, ഇവനെ ഈ പറയുന്ന വീട്ടുകാരെ എല്ലാം തീർത്തിട്ട് ഇവൻ സത്യത്തിൽ തീരുവല്ലേ ചെയ്യേണ്ടത്. ഇവൻ അതും കഴിച്ചിട്ടില്ലെന്നാണ് ഇപ്പോൾ കൂടുതലും പറയുന്നത്. നേരത്തെ നമ്മൾ അറിഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവൻ വിഷം കഴിച്ചു എന്നാണ് പറയുന്നത്. എവിടെയോ എന്തൊക്കെയോ ചീറ്റ് നടന്ന പോലെ. ഇത് സത്യം പറഞ്ഞാൽ പോലീസുകാർ ശരിക്കും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓട്ടോ ഡ്രൈവറിന്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവൻ പറഞ്ഞതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വെച്ചാൽ എൻ്റെ വണ്ടി കയറിയപ്പോൾ ഞാൻ ചോദിച്ചു വണ്ടി എന്താണെന്ന് പറഞ്ഞാൽ പ്ലഗ് കംപ്ലൈൻ്റ് ആണ്, വണ്ടി സ്റ്റാർട്ട് ആവണില്ല, വർഷാപ്പ് വരെ പോകണം, ചന്തയുടെ വർഷാപ്പിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു പുതിയ വണ്ടിയുള്ള എഞ്ചിന് വാറൻറ്റി കൊള്ളാല്ലേ, ഇപ്പോൾ ലോക്കൽ വർഷാപ്പിൽ കാണിച്ചാൽ നിനക്ക് ഇത് കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അതില്ല ചേട്ടാ, ഇന്ന് എനിക്ക് അത്യാവശ്യമാണ്, വണ്ടി റെഡിയാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ അവിടെ ചന്തയുടെ അവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ തന്നെ ചോദിച്ചപ്പോൾ അല്ല, എന്നെ പോലീസ് സ്റ്റേഷന് നേരെയുള്ള എൻട്രിച്ച് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ അവിടെ ഒന്ന് ആക്കി തരുമോ. ഇവൻ എന്തോ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ ഓട്ടോക്കാരനോട് പറഞ്ഞേക്കുന്നത് കേട്ടില്ല, ബൈക്കിന്റെ എന്തോ കള്ളം പറഞ്ഞിട്ടാണ് ഓട്ടോ കയറിയിട്ട് അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇന്ന പോലെ ഇത്ര ആൾക്കാരെ കൊന്നെന്ന് ഇവൻ പറയുകയും ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന ഇവൻ വിഷം കഴിച്ചു കഴിഞ്ഞാൽ ബൈക്ക് യാത്ര പോകണമെങ്കിൽ ഉച്ചും കുത്തി എല്ലാം താഴെ വീണാലോ എന്നുള്ള രീതിയിലാവാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇവൻ വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ, ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല, വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ ഇവൻ എന്തോ ചിന്തിച്ച് കൂട്ടിയിട്ട് തന്നെയാണ് ഇവൻ ചെയ്യുകയും ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും ഒന്ന് വെക്കാം. അകത്ത് കയറുമ്പോൾ ഗ്യാസിന്റെ സ്മെല്ലുണ്ടായിരുന്നു, അതുകൊണ്ട് കൂടുതലാരും അകത്തോട്ട് കയറിയില്ല. ഈ ഒരു വിഷയത്തിൽ ആദ്യം ഒരു ചെയ്തൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസ് കുറ്റി തുറന്നു വെച്ചിട്ട് ഇവ പോയെന്നുള്ള രീതിയിലാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആരെങ്കിലും ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്ന സമയത്താണെങ്കിൽ ഈ പറയുന്ന പൊട്ടിത്തെറിച്ചോട്ടുള്ള രീതിയിൽ അവൻ എന്തോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാരൊക്കെ അവിടെ ചെല്ലുവാണെങ്കിൽ ഈ പറയുന്ന പോലെ പൊട്ടിത്തെറിച്ചോട്ടെ എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കാം ചിലപ്പോൾ അണ്ണൻ അത് ചെയ്തു വെച്ചത്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. സിനിമാ പ്രേമിയായിരുന്നു അഫാൻ. അതുകൊണ്ട് തന്നെ സിനിമാ നടന്മാരെ അനുകരിക്കുക അവന് ഇഷ്ടമുള്ള മേഖലയും. പ്രതികാരം ചെയ്യുന്ന നായകന്മാരായിരുന്നു അവന്റെ ഹീറോ. രക്തം ചിന്തിയ സിനിമകളും കൂട്ടക്കൊലകളും ഒക്കെ അവനെ സ്വാധീനിച്ചു. കടം കയറി മുങ്ങിയ കുടുംബം കൂട്ട ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് ഇത്തരമൊരു കൂട്ടക്കൊലയ്ക്ക് അഫാന് പ്രേരകമായത്. അടുത്തിടെ പുറത്തിറങ്ങിയ രക്തരൂക്ഷിത സിനിമകൾ അവനെ സ്വാധീനിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. തന്റെ ഇഷ്ടം ജീവിക്കുമ്പോൾ ഓക്കെ, അത് നൈസായിട്ട് മാർക്കോ മൂവിക്കിട്ടൊന്നും കൊട്ടിയതാണെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലാവരും കൂടെ തിരിഞ്ഞ് ഇതുപോലുള്ള പടങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ പടക്കാരുടെ നെഞ്ചത്തോട്ട് ഇറങ്ങും. അത് അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ കണ്ടിട്ട് ചെയ്യുവാണെങ്കിൽ അവരൊക്കെ മാനസിക രോഗികളാണെന്ന് തന്നെ നമ്മൾ പറയത്തുള്ളൂ. ഇതിനെ പലതരത്തിൽ തടസ്സം പിടിക്കുന്ന രീതിയിലേക്കും അതിന് വിലങ്ങേറിയാവുന്ന രീതിയിലും ഒക്കെ ചില പ്രവർത്തികൾ ഈ പറയുന്ന ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊരാളാണ് ലത്തീഫ്. അപ്പോൾ ആ രീതിയിൽ ലത്തീഫ് പ്രവർത്തിച്ചിരുന്നു. അതിനോടുമുള്ള ദേഷ്യം ലത്തീഫിനോടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിലാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത്. ലത്തീഫ് താനും അതായത് ഉമ്മയെയും വാപ്പുമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം മടങ്ങുമ്പോൾ ലത്തീഫിന്റെ ഭാഗത്ത് ഫോൺ കോൾ വന്നിരുന്നു എന്നൊരു കാര്യമൊക്കെ പ്രതി പറയുന്നുണ്ട്. പക്ഷേ അത് ആ പോലീസും ഉറപ്പിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആ ദേഷ്യം ലത്തീഫിനോടുണ്ടായിരുന്നു. ആ ദേഷ്യത്തിന് പുറത്ത് ആണ് ലത്തീഫിന്റെ വീട്ടിലെത്തി ലത്തീഫിനെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ ലത്തീഫിന്റെ കൊലപാതകം എന്ന് പറഞ്ഞാൽ എപ്പോഴും വന്നിട്ട് ഇവനെ ഉപദേശിക്കുകയും കാര്യമൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടായിരുന്നു ഇവൻ ഫീൽ ചെയ്യുന്നത്. പിന്നെ ലത്തീഫ് വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കുമായിരുന്നു, ഇവന്റെ പല കാര്യങ്ങളെക്കുറിച്ച് ഗുണദോഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതിന് ലത്തീഫിന്റെ ഭാര്യ എന്തിനാണ് ഇവൻ കൊന്നത്, അതിനുള്ള ഒരു മറുപടി അണ്ണൻ പറഞ്ഞത് നമുക്ക് കേൾക്കണ്ടേ.
ഭാര്യ സാജിദ ബീഗത്തെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല. താൻ അങ്ങനെ കരുതിയല്ല പോയിരുന്നത്. അവരുടെ എനിക്ക് സ്നേഹമായിരുന്നു, അവരെ കൊലപ്പെടുത്തണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്ന് പ്രതി അഫാൻ പറയുന്നുണ്ട്. പക്ഷേ ലത്തീഫിനെ കൊലപ്പെടുത്തിയ കാര്യം പുറത്തറിയുമോ എന്നുള്ള ഭയം കൊണ്ടുകൂടിയാണ് സാജിദ ബീഗത്തെ കൊലപ്പെടുത്തിയെന്നുള്ള മൊഴിയാണ് പ്രതി ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്നത്. കേട്ടെ, ഇവരെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. എന്ന് വെച്ചാൽ പുറത്ത് എന്ന് പറയുമെന്ന് പേടിച്ചിട്ടാണെന്ന്. എടാ മണ്ട, അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് നീ പോലീസ് സ്റ്റേഷനിൽ പോയത്? നിങ്ങളൊന്ന് ആലോചിച്ച്, ഇവൻ എന്തിനാണ് സത്യം പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ വിഷം കഴിച്ചു സാർ, ഇത്രയും വരെ ഞാൻ തട്ടിയിട്ടാണ് വന്നതെന്നും പറഞ്ഞാൽ അവരുടെ നിപ്പും കൂസിലും ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. നമുക്കങ്ങോട്ട് ഒട്ടും പിടുത്തം തരുന്നില്ല. ഇവനെ പിടിച്ച് കഴിഞ്ഞാൽ ഇവന്റെ പിന്നിൽ ആരെങ്കിലും ഇതിന്റെ കൂട്ടത്തിലുണ്ടോ? ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഇതുപോലുള്ള കുറെ മുന്തിയ പണച്ചാക്കിന്റെ മക്കളെ കിട്ടിക്കഴിയുമ്പോൾ തള്ളയെ കൊല്ലടാ, അടിച്ച് കീറാന്നൊക്കെ പറയുന്ന ടീമുകളുണ്ട്, ഇന്നും കേരളത്തിലുണ്ട്. നമ്മൾ ഇതുപോലെ കുറെ പിള്ളേരെ കണ്ടിട്ടുണ്ട്, അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. കേരള പോലീസിനോട് ഒന്നേ എനിക്ക് പറയാനുള്ളത്, ഇവനെ കസ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ പിഴിഞ്ഞേക്കണം, പിഴിഞ്ഞുള്ളതും കൂടെ ഊറ്റി ചാറാക്കി പറയിപ്പിക്കണം. അതാണ് സത്യം പറയാൻ വേണ്ടത്. എന്തോ ഒരു ഇതും കൂടെ ഉണ്ട്, അവരെ കൊല്ലാനുള്ള കാര്യം എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല. നമുക്ക് ഫർസാനെ കൊല്ലാനുള്ള കാരണം ഞാനില്ലെങ്കിൽ ആ കുട്ടിയും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. പിന്നെ ഞാനില്ലെങ്കിൽ അവളും വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇന്നത്തെ മൊഴി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൂട്ടാത്മഹത്യ ചെയ്യാം, നീയും കൂടെ ഞങ്ങളുടെ കൂടെ ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ടീമാണ് അവൻ. അതിന് പിന്നാലെയാണ് ഈ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നത്. അവിടെ വെച്ച് ഫർസാനയോട് താൻ ഈ കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ഫർസാനയോട് പറഞ്ഞു എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. ഇത് പറഞ്ഞപ്പോൾ ഫർസാന അഫാനോട് പറഞ്ഞത്, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ഒരു ചോദ്യം ഫർസാന അഫാനോട് ചോദിക്കുന്നു. ആ ചോദ്യം ചോദിച്ചതിന്റെ തൊട്ട് പുറകെ തന്നെ ഫർസാനയെ ചുറ്റിയേക്ക് തലക്കടിച്ച് മുഖത്തേക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള മൊഴിയാണ് അഫാൻ ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കൊല ചെയ്തിട്ട് ആ പെണ്ണിനോട് പറയുകയാണ് ഞാൻ ഇത്രയും വരെ കൊന്നു എന്ന് പറയുമ്പോൾ ആ പെണ്ണിന്റെ മറുപടി നിങ്ങൾ കേട്ടോ, നമ്മൾ ഇനി എങ്ങനെ ജീവിക്കും ചേട്ടാന്ന് അങ്ങനെ പറയൂ ഏതെങ്കിലും പെണ്ണുങ്ങൾ? ജീവനം കൊണ്ട് ഓടാനല്ലേ നോക്കത്തുള്ളൂ. എവിടെയോ എന്തോ, ഞാൻ മുമ്പേയും പറയുന്നോട്ട് നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ട് മാത്രം ഈ കേരള പോലീസ് ഇത് ഇത്ര സ്ട്രോങ് ആയിട്ട് അന്വേഷിക്കുന്നില്ല ഈ ഒരു വിഷയം എന്നാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം, ഇത്രയൊക്കെ കൊല ചെയ്ത് ഒരുത്തൻ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ കുട്ടിക്ക് പുറത്ത് ഇവനെന്തായാലും ജയിലിൽ പോകും, അങ്ങനെ ആകുമ്പോൾ ഇവളെന്തായാലും നല്ല ഹാപ്പി ആയിട്ട് പുറത്ത് ഏതെങ്കിലും ഒരുത്തനെ കെട്ടി സുഖമായിട്ട് ജീവിപ്പിക്കും എന്നുള്ളൊരു മൈൻഡ് അവൻ്റെ തോന്നലുണ്ടായി കാണും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവൻ ചെയ്ത് വിട്ടത്, ഇതുപോലെ കൊല ചെയ്ത് വിട്ടത്. ആ പെൺകുട്ടിയെ കൊല്ലാൻ കാര്യം ഇത് നമുക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ. ഇവൻ സൈക്കോ അല്ല, ഇവൻ വേറെ ഏതാണ്ട് തനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ്. സുഹൃത്തായ ഫർസാനയെ അവനേറെ ഇഷ്ടം. എന്നാൽ സാമ്പത്തിക ബാധ്യത മൂലം അവളുടെ കഴുത്തിൽ കിടന്ന മാല അവനെടുത്ത് പണയം വെച്ചു. പിന്നീട് മാല തിരികെ ചോദിച്ചപ്പോൾ ഫർസാനയ്ക്ക് മുക്കുപണ്ടമാണ് അവൻ നൽകിയത്. തന്റെ മാല എടുത്തു തരണമെന്ന് അടുത്ത കാലത്തായി അഫാനോട് ശക്തമായി ഫർസാനെ ആവശ്യപ്പെട്ടു തുടങ്ങി. പിതാവിന് ചില സംശയങ്ങളുണ്ടെന്നും മാല എപ്പോൾ വേണമെങ്കിലും പിതാവ് ചോദിച്ചേക്കാമെന്നും ഫർസാന അഫാനോട് പറഞ്ഞു. മാലയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടല്ലേ ഈ പെണ്ണ് നിൽക്കുന്നത്. അപ്പൊ ആ പെണ്ണ് ചിലപ്പോൾ ഈ മാല ചോദിച്ച് കാണുമായിരിക്കാം, ഇവനോട് ഈ മാല ചോദിച്ച് കാണാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കൂടുതലും ദേഷ്യവും വാശിയും എല്ലാം കൂടെ, അത് ദേഷ്യം വാശിയെല്ലാം അവിടെ എടുത്ത് തീർത്തത്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരെക്കാളും ക്രൂരമായിട്ട് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് ഇവൻ, ക്രൂരമായിട്ട്. കാരണം അതിന്റെ മുഖം കണ്ടു തന്നെ ആൾക്കാർ പേടിച്ചു പോയെന്നാണ് പറയുന്നത്. ഇവൻ ബോധത്തോടെ തന്നെ ഇവൻ ചെയ്ത് കൂട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇത്രയും സ്നേഹിച്ച് ബോധത്തോടെ തന്നെ ഈ തോന്നിവാസം കാട്ടിക്കൂട്ടിയതും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുള്ളത്, ഈ 40,000 രൂപ ഇവൻ ആർക്ക് അയച്ചു കൊടുത്തു എന്നുള്ള രീതി. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരാണെങ്കിൽ പോലും ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്കും കുറേ പേരെയൊക്കെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന പോലെ പൈസയ്ക്ക് വേണ്ടി കൊട്ടേഷൻ പരിപാടി, ഈ ബിസിനസ്, ഈ ഡയമണ്ട് ബിസിനസ്, ഗോൾഡ് ബിസിനസ് അങ്ങനെയൊക്കെ നടത്തുന്ന കുറേ ടീംസുകളുണ്ട്. ഈ 20, 19, 21 വയസ്സുള്ള പിള്ളേരൊക്കെ. നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങളുടെ മക്കൾ ഫ്ലൈറ്റിന് യാത്ര ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ ഇവിടെയാണ് ഈ പറയുന്ന ബാംഗ്ലൂർ, മൈസൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാട് ടീമുകളുണ്ട്. അവന്മാർ കാണിക്കുന്ന തോന്നിവാസങ്ങളും ഇതുപോലെ തന്നെ കൊട്ടേഷൻ പോലെയാണ്. പൈസയ്ക്ക് വേണ്ടി കൊട്ടേഷൻ പരിപാടിക്ക് പോലും അവന്മാർ പോകാൻ റെഡിയാണ്. അത് മുന്തിയ വീട്ടിലെ പിള്ളേർ, വലിയ ഇത്. അതുകൊണ്ട് ഇത് സൂക്ഷിക്കണം മക്കളെ. എനിക്കൊന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. ഈ ഒരു കേസ് കേട്ട് ഇവൻ ബോധപൂർവ്വം തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇവനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം. ഇവൻ പറയുന്ന എല്ലാം പച്ചക്കള്ളം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ 40,000 രൂപ ആർക്ക് അയച്ചു കൊടുത്തു, ഇത്രമാത്രം ഇമ്പോർട്ടൻസ് ആർക്കാണ് ആ വ്യക്തി എന്നറിയുകയും കൂടെ വേണം. അപ്പം കൂടപ്പുറപ്പിനെക്കാളും വലുത് ആരാണ് അവൻ, നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ. എന്തായാലും പോലീസുകാർ ഇത് കാണുവാണെങ്കിൽ ഒരു നല്ലൊരു കാര്യമായിരിക്കും തന്നെ പറയാൻ തോന്നുന്നു. ഓക്കെ ഗൈസ്, എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. നിങ്ങളുടെ സംശയം കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോക്കകത്ത് ഇടാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയറും സബ്ബൊക്കെ ചെയ്യാം. ബൈ, ലവ് യു ഓൾ.